ഇതിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിസ്കോഴ്സ് ഐറ്റമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലസ് വൺ വരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ. അപ്പോൾ ലൈവ് ടി വി റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് ചാപ്റ്റർ ബേസ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നമ്മുടെ ലേഹോർല എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ബലൂണിൻ്റെ ലേഹോർലയുടെ ടേക്ക് ഓഫ് ലാൻഡിങ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്താൽ ചോദിക്കാം. ഓക്കെ, ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സീക്രട്ട് ടട്ടിൽസ് ഓഫ് കണ്ടാവ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ ബേസ് ചെയ്തിട്ട് അതിൽ ടട്ടിൽ കോളിംഗ് എന്ന് പറയുന്ന റിച്വൽ നടക്കുന്നില്ലേ, അപ്പം അതിൻ്റെ ഒരു ലൈവ് ടി വി റിപ്പോർട്ട് ചോദിക്കാം. അപ്പം ഇതാണ് ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും മുമ്പ് ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇനി നമുക്ക് ചാപ്റ്ററിൽ നിന്ന് മാറി എന്ത് ചെയ്യാം, ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്താൽ വേണമെങ്കിൽ ചോദിക്കാം, ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. ഓക്കെ, വേണമെങ്കിൽ ഞാൻ കണക്ട് ചെയ്ത് പറയാം. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററില്ലേ, അപ്പം അതിൽ ഇപ്പം നിങ്ങൾ ഏതെങ്കിലും, നമുക്കിപ്പോൾ റീസെൻ്റ് ആയിട്ട് കേരളത്തിൽ നടന്നൊരു റീസെൻ്റ് ആയിട്ട് നമ്മുടെ മറ്റേ ഉരുൾപൊട്ടൽ ഉണ്ടായില്ലടാ, ലാൻഡ് സ്ലൈഡ് ഉണ്ടായില്ലേ, അപ്പോൾ ചുരൽമലയിൽ, അപ്പോൾ അവിടുത്തെ ഒരു സംഭവം, അങ്ങനെ ഒരു സൈറ്റ് നിങ്ങൾ വിസിറ്റ് ചെയ്ത് നിങ്ങൾ റിപ്പോർട്ടറാണ്, അപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ ലൈവായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു എന്ന് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സിനാരിയോ നമ്മൾ ചാപ്റ്ററിൽ പഠിച്ച ചാപ്റ്റർ ബേസ് ചെയ്തല്ലാതെ ഏതെങ്കിലും വേറൊരു ഇൻസിഡന്റ്, ഒരു സ്പോട്ടിൽ ഇന്ന സംഭവം നടക്കുന്നു, നിങ്ങൾ അവിടെ പോയിട്ട് ആ ഒരു സാധനം റിപ്പോർട്ട് ചെയ്യാൻ വേണമെങ്കിലും പറയാം. അപ്പോൾ ഏതെങ്കിലും ഒരു എന്താണ് ലൈവായിട്ടുള്ളൊരു ഏതെങ്കിലും സ്പോർട്സ് ഇവന്റോ, അപ്പം ക്രിക്കറ്റോ അല്ലെങ്കിൽ ഫുട്ബോൾ, അങ്ങനെ ഏതെങ്കിലും സ്പോർട്സോ ഗെയിംസോ അങ്ങനെ എന്തെങ്കിലും ഇവന്റോ അത് വേണമെങ്കിൽ നമുക്ക് വെളിയിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടി എക്സ്പെക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ചാപ്റ്റർ ബേസ് ചെയ്ത് തന്നെ ചോദിക്കണമെന്നില്ല, ചില ഇപ്പോൾ വന്ന് ചെറിയ ക്വസ്റ്റ്യനിൽ പാറ്റേണിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. സോ അങ്ങനെ എന്ത് ചെയ്യാൻ ചോദിക്കാം. എന്നാൽ ജനറലി ഒരു ലൈവ് ടി വി റിപ്പോർട്ട് എങ്ങനെയാണ് എന്നുള്ളതും നമ്മുടെ ചാപ്റ്റർ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ എങ്ങനെ എഴുതാന്നുള്ളതുമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്ത് ഇതിൽ വേണ്ട വേരിയേഷൻസ് വരുത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വെളിയിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഒരു സ്ട്രക്ചർ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ഞാൻ ആദ്യം കൊടുത്തിരിക്കുന്നത് കുറച്ച് കോമൺ എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ലൈവ് ടി വി റിപ്പോർട്ട് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അതായത് ഈ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, സ്വന്തമായിട്ട് എഴുതാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള രീതിയിലുള്ള സാധനമാണ് ഇത്. സിമ്പിൾ സാധനമാണ്. ഓക്കെ, സിമ്പിൾ സെന്റൻസുകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, എല്ലാവർക്കും യൂസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ലാംഗ്വേജ് കുറച്ചും കൂടെ ക്വാളിറ്റി ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ നിങ്ങളുടെ ഭാവനകളെല്ലാം ഉപയോഗിച്ച് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങളുടെ എബിലിറ്റി പോലെയുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോമൺ ആയിട്ടുള്ള സാധനമാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. നമ്മൾ ലൈവ് ടി വി റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും പ്രസന്റ് ടെൻസിലായിരിക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദ ടൈം എന്ത് ചെയ്യുന്നത്, നമ്മൾ കാര്യങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ എഴുതുന്നത്. ഓക്കെ, ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, പക്ഷെ നമ്മൾ ലൈവായിട്ട് കാണുന്ന കാര്യങ്ങൾ നമ്മൾ പറയുകയാണ്. ലൈവ് ആ ഒരു എക്സൈറ്റ്മെന്റോടുകൂടി പറയണം. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ ആൾക്കാരെ എൻഗേജ് ചെയ്യിപ്പിക്കണം. ഓക്കെ, അവരെ ത്രില്ലടിപ്പിക്കണം. ആ ഒരു രീതിയിലൊക്കെ ഉള്ള ഒരു പ്രസന്റേഷൻ നമുക്ക് അതിനകത്ത് വേണം. പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് എന്തിലും പറയാം, പാസ്റ്റ് ടെൻസിലും പറയാം. ഓക്കെ, ഇപ്പം അവിടെ ഒരു സംഭവം നടന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ ഇവിടെ ആൾക്കാരൊക്കെ നേരത്തെ എത്തിക്കഴിഞ്ഞു, അപ്പോൾ ഇങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്നൊരു സംഭവം അവിടെ നടന്നു അങ്ങനെ കഴിഞ്ഞു എന്ന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ്റ്റ് ടെൻസിൽ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ ഉപയോഗിക്കാം. അല്ലാതെ ഇപ്പോൾ എങ്ങനെ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ എന്ത് ഉപയോഗിക്കുക, മക്കളെ പ്രസന്റ് ടെൻസ് എന്ത് ചെയ്യുക, ഉപയോഗിക്കുക. ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നോക്കാം, ജസ്റ്റ് തുടങ്ങാം, നോക്കിക്കോ. അപ്പോൾ ജനറലി ആദ്യം ഇവിടെ ആൻസർ ഉണ്ട്, ക്വസ്റ്റ്യൻ ഉണ്ട്. ഇമാജിൻ ദാറ്റ് യു ആർ എ ന്യൂസ് ചാനൽ റിപ്പോർട്ടർ ആൻഡ് യു വിസിറ്റഡ് ദ നമുവന വില്ലേജ് ടു വിറ്റ്നസ് ദ സ്ട്രേഞ്ച് റിച്വൽ ഓഫ് ടട്ടിൽ കോളിംഗ്. ഡ്രാഫ്റ്റ് എ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ദ ഇവന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഫ്രീക്വൻ്റ് ആയിട്ട് മുമ്പും ചോദിച്ചിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. നമുവന വില്ലേജിലെ നമ്മുടെ ടട്ടിൽ കോളിംഗ് എന്ന് പറയുന്ന റിച്വൽ എന്ന് പറയുമ്പോൾ. ഇനി അത് എഴുതുമ്പോഴത്തേക്കും ഓക്കെ, ഇനി അടുത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. ഓക്കെ, വേറൊരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ അതും ആൻസർ ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഡ്രാഫ്റ്റ് എ ലൈവ് ടി വി റിപ്പോർട്ട് ഓഫ് ലേഹോർലാസ് ടേക്ക് ഓഫ്. ലേഹോർലയുടെ ലാൻഡിങ്ങും ചോദിക്കാം, ടേക്ക് ഓഫും ചോദിക്കാം. അത് എങ്ങനെ വേണം മാറി ചോദിക്കാം. ഓക്കെ, അപ്പം അതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന സെന്റൻസുകൾ എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് അങ്ങോട്ടേക്ക് വരാം. ഓക്കെ, അപ്പോൾ നോക്കിക്കോ. വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് എന്റർടൈൻമെന്റ്. നമ്മളിപ്പോൾ ഒരു ന്യൂസ് റീഡർ അവിടെ നിന്ന് പ്രസന്റ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ ന്യൂസ് റീഡർ പ്രസന്റ് ചെയ്തിട്ട് നേരെ എങ്ങോട്ടേക്ക് പോകുന്നുണ്ട്, ആ ഒരു സ്പോട്ടിൽ നിൽക്കുന്ന ആളിലേക്ക് പോകുന്നതായിട്ട് എന്ത് ചെയ്യും, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലാതെ ഡയറക്റ്റ് ആയിട്ട് ആ കാര്യം റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക് വേണമെങ്കിൽ നമുക്ക് എഴുതാം. വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് എന്റർടൈൻമെന്റ്. അഡ്വഞ്ചർ എന്റർടൈൻമെന്റ് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഹലോ വ്യൂവേഴ്സ്, ഐ ആം ഡാഷ് ഫ്രം ഗ്ലോബൽ ടി വി. അതൊക്കെ നിങ്ങളോട് എന്ത് വേണം എഴുതാടാ. ഓക്കെ, അപ്പോൾ പേര് പറയുക, റിപ്പോർട്ടറിന്റെ പേര് പറയുക, ഇന്ന ചാനലിൽ നിന്നാണ് വരുന്നതെന്ന് പറയുക,
നൗ ഐ ആം അറ്റ്, ഞാനിപ്പോൾ എവിടെയാണ്, ഞാനിപ്പോൾ ഇന്ന സ്ഥലത്താണ്. ഇപ്പം നമുവാനയിലാണെങ്കിൽ നമുവാനയിലാണ്. ഇപ്പോൾ ലേഹോർലയുടെ എവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ ലാവില്ലെ ഗ്യാസ് സ്റ്റേഷനിലാണ്, ലാവില്ലയിലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ പറയാം. വേറെ എവിടത്തെങ്കിലും ഇവൻ്റാണ് റിപ്പോർട്ട് ചെയ്യാൻ പറയുന്നതെങ്കിൽ ഞാൻ ആ സ്ഥലത്താണെന്ന് പറയാം. ആ സ്ഥലത്തിൻ്റെ പേര് എഴുതാം നമുക്ക് അവിടെ. ടുഡേ വി ബ്രിങ് ബിഫോർ യു ദ ലൈവ് എപ്പിസോഡ് ഓഫ് ഡാഷ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇന്ന സംഭവത്തിൻ്റെ ലൈവ് എപ്പിസോഡാണ് കൊണ്ടുവരുന്നത്. അപ്പം ടട്ടിൽ കോളിംഗ് ആണെന്നുണ്ടെങ്കിൽ അത് പറയാം, ലേഹോർലെ ടേക്ക് ഓഫ് ആണെന്നുണ്ടെങ്കിൽ അത് പറയാം. ഓക്കെ, ഇറ്റ് ഈസ് എ ഫൈൻ ഡേ. Okay, this is a beautiful place. So many tourists or people have gathered here to watch the dash. എന്താണോ സംഭവം, ആ ഇവന്റിന്റെ സംഭവം എഴുതുക. All the arrangements have been made. Okay, എല്ലാ അറേഞ്ച്മെന്റ്സ് എന്തിട്ടുണ്ട് ഇവിടെ നടത്തിയിട്ടുണ്ട്, എന്തിനു വേണ്ടിയാണെന്നുള്ളതോടെ പറയുക. Okay, in a few moments you are going to watch the amazing sight. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾ ആ അമേസിംഗ് ആയിട്ടുള്ള കാഴ്ച കാണാൻ പോവുകയാണ്. This is the moment that we have all been waiting for. നമ്മൾ എല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷം എത്താറായി. Then wow, it's really unbelievable. Okay, ഇറ്റ് ഈസ് എ ഫെൻറ്റാസ്റ്റിക് സൈറ്റ്. അത് കഴിഞ്ഞ് എന്താണ് ആ കാഴ്ച എന്നുള്ള കാര്യം അവിടെ എഴുതുക. ഐ ഹാവ് നോ വേർഡ്സ്, എനിക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ വാക്കുകൾ കിട്ടുന്നില്ല. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്, എത്ര വണ്ടർഫുൾ ആയിട്ടുള്ള കാര്യമാണ്. വിൽ ഗെറ്റ് ബാക്ക് ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ഷോർട്ട് ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. ദിസ് ഈസ് ഡാഷ് വിത്ത് ക്യാമറമാൻ ഡാഷ്. അല്ലെങ്കിൽ ഓക്കെ എന്താണ് സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ക്യാമറമാനൊപ്പം റിപ്പോർട്ടറിൻ്റെ പേരും ക്യാമറമാൻ്റെ പേരും എന്ത് ചെയ്യുക എഴുതുക. അല്ലെങ്കിൽ സി യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് എന്ന് പറഞ്ഞിട്ട് ഓക്കെ സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ട് പേര് എന്ത് ചെയ്യുക, ക്യാമറമാൻ്റെ പേരും റിപ്പോർട്ടറിൻ്റെ പേരും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം, എൻഡ് ചെയ്യാം. ഇങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് അവസാനിപ്പിക്കാം. ഇനി ഇവിടെ നമ്മുടെ ടട്ടിൽ കോളിങ്ങിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ PDF ഞാൻ കൊടുത്തേക്കാം കേട്ടോ, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ ഡൗൺലോഡ് ചെയ്താൽ മതി. ഞാൻ എല്ലാം വായിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് സമയം നഷ്ടം, എനിക്ക് സമയം നഷ്ടം. അപ്പം നിങ്ങൾ എന്ത് ചെയ്താൽ വായിച്ചൊന്ന് പഠിച്ചാൽ മതി. ഞാൻ വായിച്ച് ചുമ്മാ വീഡിയോ ടൈം നമ്മൾ കൂട്ടേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അപ്പം ഞാൻ ആ സ്ട്രക്ചർ പറഞ്ഞായിരുന്നു. ഇനി വെൽക്കം ബാക്ക് ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് അഡ്വഞ്ചർ ആൻഡ് എൻ്റർടൈൻമെൻറ്റ്. നമ്മൾ അവിടെ നിന്ന് ഫോളോ ചെയ്ത് ഇങ്ങോട്ട് വരുന്നതാണ്. നമ്മൾ മുകളിൽ വായിച്ച സാധനം. Hello viewers, I am Ashley from Global TV. Now I am at Namuana village. It is at Kandava, one of the largest islands in Fiji. Today we bring before you the live episode of the stranger turtle calling ritual at Namuana. It is a fine day. This is a beautiful place. So many tourists have gathered here to watch the turtle calling ritual. All the arrangements have been made. The maidens are ready to perform the ritual. Okay, in a few moments you are they are dressed in mourning and have a club with tattoos. Then now they began to chant a special spell. In a few moments you are going to watch the amazing sight. Wow, the turtles are rising. This is the moment that we have all been waiting for. It is really unbelievable. It's a fantastic sight. I have no words how wonderful it is. I will get back after a short break. This is Ashley, Sunil with the cameraman Bijin Thomas. Okay, അപ്പം ഇത്രേ ഉള്ളൂ സംഭവം. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂടാ, നമുക്ക് എഴുതാൻ പറ്റും. ആ ഒരു സാധനങ്ങൾ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി, ഫില്ല് ചെയ്ത് വെച്ചാലും മതി. നമുക്ക് എക്സ്ട്രാ സെൻറ്റൻസ് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ചാപ്റ്ററിൽ നിന്നുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി അറിയാമല്ലോ, അതിനകത്ത് പറയുന്ന റിച്വൽ നടക്കുന്ന സമയത്തുള്ള ഇവൻറ്റുകളും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇതിൻ്റെ എന്ത് വേണമെങ്കിലും പറയാം. അതിൻ്റെ ആ ഒരു ഇതില്ലേ, ഐതിഹ്യമില്ലേ, ആ കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ സംഭവം നടത്തുന്നത്, ആരാണത് ടർട്ടിൽസിൻ്റെ രൂപത്തിൽ വരുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് അതിനകത്ത് ഉൾപ്പെടുത്താമെന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, അപ്പം അത്രയും കൂടെ എഴുതി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആൻസർ കംപ്ലീറ്റ് ആവും. ഓക്കെ, സിമ്പിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഇത് ഫോളോ ചെയ്ത് എഴുതിയാലും മതി. കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് ആൻസർ എഴുതാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കൂടെ എന്ത് ചെയ്യുക, ആൻസർ ഇൻക്ലൂഡ് ചെയ്യുക. ഇനി ലേഹോർലയുടെ തന്നെ ടേക്ക് ഓഫിൻ്റെത് ഇവിടെയുണ്ട്. ഓക്കെ, അപ്പം അത് എന്ത് ചെയ്യാം, ഞാനിത് ഈ PDF എന്ത് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ലിങ്ക്. നിങ്ങൾ അവിടെ പോയി എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക, പഠിക്കുക കേട്ടോ. പഠിച്ചിട്ട് ഫുൾ മാർക്ക് വാങ്ങുക. അടുത്ത് വീണ്ടും ഇതേപോലെ ഡിസ്കോഴ്സ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.